മോഹൻ റോയ് നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ, ഈ വെള്ളറട സംഭവം അങ്ങയുടെ ശ്രദ്ധയിലും ഉണ്ടാവാം. അതിൻ്റെ കാരണം ആ കുട്ടി വിചിത്രമായി പെരുമാറിയിരുന്നു, സ്വന്തം പിതാവിൻ്റെ കഴുത്തറുത്ത് കൊല നടത്തുന്നു. ഇതിന് പിന്നിൽ മറ്റ് ചില ബ്ലാക്ക് മാജിക് ഇടപാടുകൾ ഉണ്ടോ എന്നത് സംശയകരമാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്തായാലും കുടുംബത്തിൽ നിന്നും ആ മുറിയിൽ നിന്നും ചില തെളിവുകളൊക്കെ അത്തരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളടക്കം അതിന് ലഭ്യമായിട്ടുമുണ്ട്. അപ്പോൾ ഇതെന്താണ് ഈ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്നൊരു പൊതു ചോദ്യം നമുക്ക് മുന്നിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പോകുന്നത്? ഒന്നല്ല, പല സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നു പറയുമ്പോൾ കുട്ടികൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നും എന്തിന്റെ ഭാഗമാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടികൾ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ കാണുന്ന സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ. അപ്പൊ സമൂഹത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ കുട്ടികളെ സ്വാഭാവികമായിട്ട് സ്വാധീനിക്കാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിന് ചുറ്റുപാടും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. തട്ടിപ്പുകളുണ്ട്, സ്വർണ്ണ വെള്ളരിക്കകളുണ്ട്, വെള്ളി മൂങ്ങാകളുണ്ട്, ഇരുതലയുണ്ട്. എന്തിനധികം പണ്ടൊരു കാലത്ത് കുറച്ച് റുമേനിയൻ പൗരന്മാർ കേരളത്തിൽ നിന്ന് ATM തട്ടിപ്പ് നടത്തിയ കാലത്ത് നമുക്ക് രസകരമായി പറഞ്ഞത് അവരെന്തിനാണ് ATM തട്ടിപ്പ് നടത്താൻ ബുദ്ധിമുട്ടുന്നത്? എന്തെങ്കിലും ഒരു യന്ത്രത്തിന്റെ പേര് പറഞ്ഞ് ആ യന്ത്രം നശിച്ചാൽ എന്തെങ്കിലും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ മലയാളി ക്യൂ എന്ന് വാങ്ങിക്കും. അപ്പൊ അത്രത്തോളം അന്ധവിശ്വാസത്തിന് ഒക്കെ അടിമപ്പെട്ട ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന കുട്ടികളിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ശാസ്ത്ര അവബോധം തീണ്ടിയിട്ടില്ലാത്ത ശാസ്ത്രീയമായ കാര്യങ്ങൾ കാണാത്ത ഒരു സമൂഹത്തിലുണ്ട്. കുട്ടികളെ എന്ത് രീതിയിൽ പെരുമാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബങ്ങളിൽ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ അന്വേഷിക്കുന്നതിനപ്പുറത്തേക്ക് കുടുംബങ്ങളിൽ കുട്ടികളുടെ മുറികളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തിന്റെ മുറിയിൽ തെളിവുകൾ ഇതിനു ശേഷം നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള ഒരു സമയത്ത് ഈ കുടുംബത്തിന് ഇത് അറിയാമായിരുന്നില്ല. അതോ ഈ കുടുംബത്തിലെ വ്യക്തികൾക്ക് പോലും ആ മുറിയിൽ കയറാൻ സാധിക്കുകയില്ല. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ സാഹചര്യത്തിൽ ഈ കുടുംബം എന്താണ് ചെയ്യേണ്ടിയിരുന്നത്, എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. മൂന്നാമത് വരെ പഠിച്ചു. രണ്ടാമത് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ അനാചാരങ്ങൾക്ക് അടിമയായിരുന്ന ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം തകരാറിലാണെന്നുള്ള ഒരു അവബോധം നമ്മുടെ സമൂഹത്തിലുണ്ടോ? അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽപ്പോ എന്റെ വീട്ടുകാരൻ നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ഒരു വേദന വന്ന് വിയർക്കുകയും വളർന്നു വീഴുകയും ചെയ്താൽ ഹൃദയാഘാതമാണ് വിചാരിച്ചുകൊണ്ട് സംശയിച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ചുള്ള അവബോധം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അതുപോലെ ഇത്തരത്തിലുള്ള മുറി അടച്ചിരിക്കുന്നവർ വിചിത്രമായി പെരുമാറുന്നവർ ഇത്തരം കാര്യങ്ങളുടെ പുറകെ പോകുന്നവരുടെ മാനസികാരോഗ്യ തകരാറിലാണെന്ന് അറിയുകയും അവരെ അതിനുള്ള സംവിധാനത്തിലേക്ക് എത്തിക്കാനുമുള്ള അറിവ് നമ്മുടെ ആൾക്കാർക്ക് ആദ്യത്തെ വശവും. രണ്ടാമത് ഇതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവന്നിരുന്നു. മാനസികാരോഗ്യ പരിപാലനം അനുസരിച്ച് തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികളുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കണമെന്ന പല നിയമത്തിൽ തന്നെ 2010 മാനസികാരോഗ്യ പരിപാലന നിയമത്തിൽ തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് സംവിധാനങ്ങൾ പുറകോട്ട് പോകുന്നു എന്ന കാര്യം കൂടി നമ്മൾ കൂട്ടി വായിക്കുന്നു. അപ്പൊ അതിന്റെ എല്ലാം ഒരു അനന്തര ഫലമായിട്ടാണ് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിന് മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ഇപ്പോഴും കേരളത്തിൽ നാം ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ അടച്ചുകൂടി ഏതെങ്കിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അതിനെക്കുറിച്ച് നമ്മൾ ഒട്ടും തന്നെ ബോധവാന്മാരാകുന്നില്ല. ഈ ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ തന്നെ നമ്മുടെ ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ബില്ല് നിയമസഭയുടെ പരിഗണനയിലുണ്ടായിരുന്നു. അത് എന്താണ് അതിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആരെങ്കിലും ആലോചിക്കുകയും ചിന്തിക്കുകയും. അപ്പൊ അത്തരം ബഹുമുഖമായ കാര്യങ്ങൾ ഇതിലേക്കുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പരിഹാരവും ഏകമുഖമല്ല. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നമുക്കിതിനെ തടയാനായി വേണ്ടത്. ഡോക്ടർ, ഒരു കാര്യം, നമുക്ക് ഇതൊരു പൊതുവിഷയമായതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളെങ്കിലും നമുക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താൻ കഴിയുന്നത് ഇങ്ങനെ കുട്ടികളിൽ എന്തെങ്കിലും അസാധാരണത്വം തോന്നുന്ന പെരുമാറ്റ വൈകൃതങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയകരമായ തോന്നിയാൽ മടിക്കേണ്ടതില്ല. അത് നിങ്ങൾ അടുത്തൊരു ഡോക്ടറെ സമീപിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ചികിത്സ നൽകുക. അതിൽ മടിക്കേണ്ടതില്ല എന്നൊരു സന്ദേശം നൽകേണ്ടത് വരുമല്ലേ സമൂഹത്തിന്? അതിനെന്താണ് എല്ലാവർക്കും ഇപ്പോഴും സംശയം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ കുട്ടിക്ക് പനി വന്നാൽ കുട്ടി 3 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്തിനാ കുട്ടിയുടെ വയറിൽ നിന്നും 5-6 മാസം ദിവസവും പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുന്ന സമൂഹത്തിന് ഇത്തരത്തിലുള്ള സ്വഭാവ പ്രത്യേകതകൾ, സ്വഭാവ വിചിത്രതകൾ രോഗത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ട ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ട്. ഇത് രക്ഷകർത്താക്കൾ അറിയണമെന്നുണ്ട്. ഈ രക്ഷകർത്താക്കൾ തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഒരിടത്ത് ഒരു വ്യക്തി മരിച്ചതിന് ശേഷം അതിനകത്ത് കോലാഹലങ്ങൾ
ഈ പറയുന്ന 2025 നാം കണ്ടതാണ്. അപ്പൊ ഇതിനെ സഹായിക്കുന്നതിന് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് അവിടെ വന്നു നിന്നതാരൊക്കെയാണെന്നുള്ളത് നോക്കുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഉള്ളപ്പോ ഇതൊക്കെ സ്വാഭാവികവൽക്കരിക്കുകയും ഒരു പ്രശ്നമില്ലാന്ന് പറയും. ഇനി എന്തിന് ഇത് മനോരോഗ പ്രശ്നമാണ് ഉണ്ടാവാമെന്ന് മനോരോഗികൾക്ക് മറ്റോ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കമന്റുകൾക്ക് താഴെയും ഒന്ന് തെറി വിളിക്കുന്ന മഹാമനസ്കത കാണിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പൊ ഇത്തരത്തിലല്ലെങ്കിൽ നോക്കും, ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായി ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇനിയും ഉണ്ടാകും, ഇപ്പോഴും മറ്റു കുടുംബങ്ങളിൽ സംഭവിക്കാമെന്ന്. കുറഞ്ഞ പക്ഷം മാതാപിതാക്കൾ എങ്കിലും ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളുടെ വിശ്വാസവും അന്ധവിശ്വാസവും തിരിച്ചറിയുന്നുണ്ട്. ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോവാതിരിക്കാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും അത് കുട്ടികളിലേക്ക് പകരുകയും ചെയ്യുക. അതിന്റെ അപ്പുറത്തേക്ക് ഇതൊരു സ്വഭാവ പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഒരു ചികിത്സ തേടുക എന്നതിലേക്കും നമ്മളെത്താൻ. യെസ്, എന്തായാലും വളരെ നന്ദി ഡോക്ടർ മോഹൻ റോയ് പ്രതികരിച്ചതിന്. നമ്മുടെ സമൂഹം കൂടുതൽ ജാഗരൂകമാവണം എന്നതാണ് ഈ സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം കുടുംബത്തിനുള്ളിൽ കുട്ടികളിൽ ഇങ്ങനെ എന്തെങ്കിലും സ്വഭാവ വൈകൃതങ്ങൾ, സ്വഭാവ പ്രത്യേകതകൾ കണ്ടാൽ മടിക്കേണ്ടതില്ല, അതിന് ചികിത്സ തേടണം. തൻ്റെ കുട്ടിക്ക് ഇങ്ങനെയുണ്ടെന്ന് പുറത്തു പറയാൻ മടിക്കുന്നോ, ആ മടിക്കുന്നത് വലിയൊരു ദുരന്തത്തിന് ഇടവയ്ക്കുമെന്നതാണ് വെള്ളറട സംഭവം ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഈ സംഭവത്തിൽ പ്രജിൻ, ഇപ്പോൾ ഈ പ്രതിയായ പ്രജിൻ, സ്വന്തം പിതാവിനെ കഴുത്തു മുറിച്ച് കൊന്ന പ്രജിൻ നേരത്തെയും ഏറെ സംശയങ്ങൾക്ക് ഇടനിറക്കുന്ന നീക്കങ്ങൾ ആ കുടുംബത്തിൽ നടത്തിയിരുന്നു. പക്ഷേ അവിടെ എവിടെയാണ് പിഴച്ചത് എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. പൊതുവിൽ സമൂഹം മറ്റ് ഇത്തരം ഈ വാർത്ത കാണുന്ന അല്ലെങ്കിൽ കുടുംബങ്ങളിലുള്ള ഇത്തരം അനുഭവങ്ങളുള്ളവർ കൂടുതൽ ജാഗരൂകമാവണം. നമുക്ക് ഇടപെടൽ നടത്തണം. ചികിത്സിക്കുക എന്നത് സമൂഹത്തിൽ തെറ്റായ പ്രവൃത്തിയൊന്നുമല്ല. ഏത് അസുഖത്തിനും ചികിത്സ പോകുന്ന പോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങൾക്കും ചികിത്സ തേടേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളാവും. ആ ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സംഭവത്തിലുണ്ടാവും.